സ്കൂൾ സമയമാറ്റത്തിൽ വിവിധ സംഘടനകളുമായി സർക്കാർ ബുധനാഴ്ച ചർച്ച നടത്തും. ചർച്ച നടത്താതെയുള്ള സ്കൂൾ സമയമാറ്റത്തെ സമസ്ത ശക്തമായി എതിർത്തിരുന്നു. ഇതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, സമസ്ത ഉൾപ്പെടെ ഈ സമയമാറ്റത്തെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തിരുന്നു. പ്രക്ഷോഭത്തിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചർച്ചയിലൂടെ കാര്യം പരിഹരിക്കാമെന്നുള്ള നിലപാടാണോ സർക്കാർ? എപ്പോഴായിരിക്കും ചർച്ച? അമൃത, ബുധനാഴ്ച വൈകിട്ട് 3:30 ചർച്ച തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ സംഘടനകളെ ചർച്ചയിലേക്ക് വിളിച്ചിട്ടുണ്ട്. സമസ്തയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സമയമാറ്റം അത് വിദ്യാഭ്യാസത്തെ, ഇസ്ലാം മത വിദ്യാഭ്യാസത്തെ, മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട്. ആ സമയമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. രാവിലത്തെ സമയം മാറ്റി വൈകുന്നേരം കുറച്ച് നേരമാക്കണം. അതുപോലെ തന്നെ അവധി, ഓണാവധി, ക്രിസ്മസ് അവധിയൊക്കെ കുറയ്ക്കണം തുടങ്ങി പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം ചർച്ചയ്ക്ക് വരും. സംസ്ഥാന സർക്കാർ എത്രത്തോളം അന്യായത്തിന്റെ പാതയിലേക്ക് അതിനകത്ത് എത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സമസ്ത അടക്കമുള്ള വിവിധ സംഘടനകളെ ഈ ചർച്ചയിലേക്ക് സംസ്ഥാന സർക്കാർ വിളിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് ചർച്ച നടക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരായിരിക്കും അതിനകത്ത് പങ്കെടുക്കുക. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വി ശിവൻകുട്ടി വിശദീകരിക്കും. അതിനുശേഷം അന്നത്തോടുകൂടി തന്നെ അതിനകത്തൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഈ സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണമെങ്കിൽ അന്ന് ബുധനാഴ്ച ആകും. അമൃത.